ഹലോ, ഞാൻ പി സി ശശികുമാർ. എല്ലാവർക്കും സിനിമാ കമ്പം ചാനലിലേക്ക് സ്വാഗതം. ഇന്ത്യൻ സിനിമയിലെ ഈ അടുത്ത കാലത്തെ വളരെയേറെ ആൻറ്റിസിപ്പേറ്റഡ് മൂവിയാണ് കൂലി എന്നത്. പ്രേക്ഷകർക്ക് കൂലിയെ പറ്റിയുള്ള പ്രതീക്ഷ വാനോളം ഉയർന്നതായിരുന്നു. അതിന് പല കാരണങ്ങളുമുണ്ട്. അതിലൊന്ന് അതൊരു രജനീകാന്ത് സിനിമയാണ് എന്നുള്ളതാണ്. മാത്രമല്ല, അത് രജനീകാന്തിൻ്റെ സിനിമയിലെ അരനൂറ്റാണ്ട് പൂർത്തിയാക്കുന്ന സിനിമ കൂടിയാണ്. മറ്റൊന്നുള്ളത് ഇത് ലോകേഷ് കനകരാജിൻ്റെ സിനിമയാണെന്നുള്ളതാണ്. ലോകേഷ് കനകരാജ് ഇപ്പോൾ തമിഴ് സിനിമയിലെ ഒരു സൂപ്പർ സംവിധായകനാണ്. അദ്ദേഹം കൈവച്ച സിനിമകളെല്ലാം തന്നെ വൻ ഹിറ്റുകളായി മാറിയിട്ടുമുണ്ട്. വിക്രം, കൈദി, ലിയോ തുടങ്ങി തമിഴ് സിനിമയിലെ സൂപ്പർ സ്റ്റാറുകളുമായി അദ്ദേഹം കൈകോർത്ത സിനിമകളെല്ലാം തന്നെ വൻ വിജയങ്ങൾ തീർത്തവയാണ്. അതുകൊണ്ട് തന്നെ രജനീകാന്തുമായുള്ള അദ്ദേഹത്തിൻ്റെ കൂടിച്ചേരൽ വൻ പ്രതീക്ഷയാണ് സിനിമാ ലോകത്തിന് നൽകിയത്. മൂന്നാമത്തത് അനിരുദ്ധിൻ്റെ മ്യൂസിക്. സിനിമ ഏതായാലും അനിരുദ്ധിൻ്റെ മ്യൂസിക് ആ സിനിമയുടെ ലെവൽ ഉയർത്തുന്നതിൽ വലിയൊരു ഘടകമാണ്. മറ്റൊന്ന്, പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരുന്നത് ഈ സിനിമയുടെ ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സുമായുള്ള കണക്ഷനെ പറ്റിയാണ്. എന്നാൽ ഇതൊരു സ്റ്റാൻഡ് അലോൺ മൂവിയാണെന്നും LCUമായി യാതൊരു കണക്ഷനും ഇല്ല എന്ന് കഴിഞ്ഞ ദിവസം തന്നെ ലോകേഷ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഹൈലി ആൻറ്റിസിപ്പേറ്റഡ് ആയ ഒരു മൂവി ഇറങ്ങുമ്പോൾ അതിൻ്റെ ഇനീഷ്യൽ പൂൾ വളരെ കൂടുതലായിരിക്കുമെങ്കിലും പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നില്ലെങ്കിൽ അത് തിരിച്ചടിക്കുകയും ചെയ്യും. ഏകദേശം 3 മണിക്കൂർ ദൈർഘ്യമുള്ള ഈ സിനിമ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നോ എന്നാണ് ഇന്ന് സിനിമാ കമ്പം പരിശോധിക്കുന്നത്. ഒരു സിമ്പിളായ പ്ലോട്ടാണ് ഈ സിനിമയിലുള്ളത്. നായകന്റെ സുഹൃത്തിൻ്റെ മരണവും നായകന്റെ അന്വേഷണവും അവസാനം അതൊരു സ്മഗ്ലിംഗ് സിൻഡിക്കേറ്റിലേക്ക് എത്തുന്നതും പിന്നീട് നായകന്റെ ആ സ്മഗ്ലിംഗ് സിൻഡിക്കേറ്റുമായിട്ടുള്ള പോരാട്ടങ്ങളുമൊക്കെയാണ് ഈ സിനിമയുടെ പ്ലോട്ട് എന്നത്. എന്നാൽ ഈ സിമ്പിളായ പ്ലോട്ടിലേക്ക് പല സബ് പ്ലോട്ടുകൾ ചേർത്ത് വെച്ചുകൊണ്ട് ഈ സിനിമയെ ഒരു ഓവർ സ്റ്റഫഡാക്കി മാറ്റി എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പോരായ്മയായി തോന്നുന്നത്. ഒരുപക്ഷെ ഡയറക്റ്റായിട്ട് തന്നെ കഥ പറഞ്ഞു പോയിരുന്നെങ്കിൽ കൂടുതൽ ഇമ്പാക്റ്റ് കിട്ടുമായിരുന്ന ഇതിൻ്റെ നറേഷൻ ലോകേഷിൻ്റെ പതിവ് ശൈലി വെച്ച് ഒരു നോൺ ലീനിയർ രീതി ഇതിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ ആ നോൺ ലീനിയർ രീതി വേണ്ട രീതിയിൽ ഈ സിനിമയുമായി കണക്റ്റ് ആവുന്നതായി തോന്നുന്നില്ല. അതുപോലെ ഈ സിനിമയോട് ചേർന്ന് നിൽക്കുന്ന സബ് പ്ലോട്ടുകളൊക്കെ ആവട്ടെ ഒരു പാതിബന്ധ രീതിയിലാണ് കിടക്കുന്നത്. ഇടവേള വരെ കൃത്യമായ രീതിയിൽ സബ് പ്ലോട്ടുകളൊക്കെ ഇതുമായിട്ട് കണക്ട് ചെയ്തെങ്കിലും ഇടവേളയ്ക്ക് ശേഷം അവയൊന്നും വേണ്ടത്ര വികസിപ്പിക്കാത്തത് കൊണ്ട് അവയിലെല്ലാം ഒരു അപൂർണത നമുക്ക് അനുഭവപ്പെടും. അടുത്തത് ഇതിലെ കാസ്റ്റിംഗ് സൈഡാണ്. ഇന്ത്യൻ സിനിമയിൽ തന്നെ ഒരു സ്റ്റാർ പാക്ക്ഡ് ആണ് ഈ സിനിമ. മലയാളത്തിൽ നിന്ന് സൗബിൻ, തെലുങ്കിൽ നിന്ന് നാഗേഷ്, കന്നഡയിൽ നിന്ന് ഉപേന്ദ്ര, ഹിന്ദിയിൽ നിന്ന് അമീർ ഖാൻ, കൂടാതെ ശ്രുതി ഹാസനും സത്യരാജും. ഇങ്ങനെ ഒരു അതിഗംഭീരമായ സ്റ്റാർ കാസ്റ്റിംഗ് ആണ് ഇതിലുള്ളത്. ജയിലർ പോലെ പല സിനിമകളിലും സൂപ്പർ സ്റ്റാറുകളെ ക്യാമിയോ ആക്കി ഇറക്കിക്കൊണ്ട് ആ ഭാഗത്തും ബോക്സ് ഓഫീസ് വിജയം നേടുക എന്നുള്ളത് ലോകേഷിൻ്റെ ഒരു രീതിയാണ്. എന്നാൽ സിനിമയുടെ മൊത്തത്തിലുള്ള ഒഴുക്കിനും ആസ്വാദനത്തിനും പലപ്പോഴും ഇങ്ങനെയുള്ള ക്യാമിയോസ് തടസ്സമാവാറുണ്ട്. പ്രത്യേകിച്ചും അമീർ ഖാൻ്റെ കാസ്റ്റിംഗ് എല്ലാം ഒരു ആവശ്യവുമില്ലാത്തതായിരുന്നു. കഥയെ ഒരു 15 മിനിറ്റോളം വീണ്ടും വലിച്ചു നീട്ടി അതിൻ്റെ പിരിമുറുക്കം നഷ്ടപ്പെടുത്തുകയാണ് അങ്ങനെ ഒരു കാസ്റ്റിംഗ് കൊണ്ട് നടന്നത്. ഉപേന്ദ്ര ചെറുതെങ്കിലും തൻ്റെ റോൾ ഭംഗിയായി നിർവഹിച്ചപ്പോൾ അതിൽ ലോട്ടറി അടിച്ചിരിക്കുന്നത് സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ലോകേഷ് പറഞ്ഞിരുന്നു ഈ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ സോബിൻ തൻ്റെ താമസം ചെന്നൈയിലേക്ക് മാറ്റുന്നതാണ് നല്ലതെന്ന്. അത് തീർത്തും ശരിവെക്കുന്നതായിരുന്നു സൗബിൻ്റെ ഈ സിനിമയിലെ പ്രകടനം. അദ്ദേഹത്തിൻ്റെ അഭിനയം എന്നത് അഭിനയത്തിൻ്റെ ഒരു സിദ്ധാന്തവുമായി ഒത്തുപോകുന്നതായി നമുക്ക് തോന്നില്ല. അങ്ങനെ തികച്ചും വ്യത്യസ്തമായി പ്രകടനാത്മകവും സൂക്ഷ്മാംശവുമെല്ലാം ഒരുമിച്ച് ചേരുന്ന ഒരു പ്രത്യേകതരം അഭിനയ വൈഭവമാണ് സൗബിനുള്ളത്. അതിൻ്റെ ഒരു എക്സ്പ്ലോഷൻ തന്നെയായിരുന്നു ഈ സിനിമയിൽ അദ്ദേഹത്തിൻ്റെ ദയാലൻ എന്ന കഥാപാത്രം. പ്രവചനാത്മകമല്ലാത്ത സ്വഭാവമുള്ള ആ കഥാപാത്രത്തെ സൗബിൻ അതിഗംഭീരമായാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. നോ കൺട്രി ഫോർ ഓൾഡ് മെൻ തുടങ്ങിയ സിനിമകളിലെ വില്ലന്മാരുടെയൊക്കെ ആ ഉറഞ്ഞുകൂടിയ ക്രൂരത ഉള്ളിൽ ഒളിപ്പിച്ചിരിക്കുന്ന ഒരു കഥാപാത്രമായി പ്രേക്ഷകന് തൻ്റെ കഥാപാത്രത്തെ ഫീൽ ചെയ്യിപ്പിക്കാൻ സൗബിന് എളുപ്പം കഴിഞ്ഞിട്ടുണ്ട്. മികച്ച രീതിയിൽ തൻ്റെ കഥാപാത്രത്തെ സൗബിന് അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും ആ കഥാപാത്രത്തെ വേണ്ട രീതിയിൽ വികസിപ്പിച്ച് അവസാനിപ്പിക്കുന്നതിൽ തിരക്കഥാകൃത്ത് അലസത കാണിച്ചോ എന്ന് നമുക്ക് അവസാന ഭാഗത്ത് തോന്നും. പതിവ് പോലെ അനിരുദ്ധിൻ്റെ മ്യൂസിക് എടുത്തു പറയേണ്ടത് തന്നെയാണ്. നമ്മുടെ ഹൃദയമിടിപ്പ് കൂട്ടുന്ന തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പല രംഗങ്ങളെയും എൻഹാൻസ് ചെയ്യുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും സംഘടന രംഗത്തെല്ലാം കൊടുക്കുന്ന ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. ഇതിൻ്റെ ഏറ്റവും ഒരു പോസിറ്റീവായ ഒരു ഘടകം എന്ന് പറയുന്നത് അതിൻ്റെ ടെക്നിക്കൽ പെർഫെക്ഷനാണ്. ടെക്നിക്കലി ബ്രില്യൻ്റ്ലി പെർഫെക്റ്റ് ആയ ഒരു സിനിമയാണ് ഇത്. രജനീകാന്തിൻ്റെ എൻട്രി സമയത്ത് കൊടുത്ത ആ ഇൻറ്റൻസ് ആയ BGM അതിൽ നമ്മിൽ കുറേ കാലം തങ്ങി നിൽക്കുന്ന ഒന്നാണ്. അങ്കമാലി ഡയറീസ്, ജല്ലിക്കെട്ട്, വിക്രം
തുടങ്ങിയ സിനിമകളുടെ സിനിമാറ്റോഗ്രാഫി നിർവഹിച്ച ഗിരീഷ് ഗംഗാധരനാണ് ഈ സിനിമയുടെയും സിനിമാറ്റോഗ്രാഫി നിർവഹിച്ചിരിക്കുന്നത്. ഷോട്ട്സ് ഒക്കെ വെൽ കമ്പോസ്ഡ് ആണ്. അതുപോലെ ഈ സിനിമയുടെ മൂഡിനോട് ചേർന്ന് പോകുന്ന തരത്തിൽ വെൽ ലിറ്റഡുമാണ്. ഈ സിനിമ എന്തുകൊണ്ട് നിങ്ങൾ കാണാതിരിക്കരുതെന്ന് ചോദിച്ചാൽ അതിന് ഒരേ ഒരു ഉത്തരമാണുള്ളത്. ഇത് രജനീകാന്ത് സിനിമയാണ് എന്നുള്ളതാണ്. രജനീകാന്തിന്റെ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ സിനിമയിലെ ഏറ്റവും മികച്ച പെർഫോമൻസ് ആണ് ഈ സിനിമയിൽ. 74 വയസ്സായിട്ടും ആ പ്രായത്തിന്റെ ക്ഷീണമോ ചുളിവുകളോ ഒന്നും കാണാത്ത എനർജറ്റിക്കായ രജനീകാന്ത്. മാത്രമല്ല ചില ഭാഗത്ത് വിൻറ്റേജ് രജനീകാന്തിനെയും കാണാൻ പറ്റും. എത്ര ശക്തമാണ് രജനീകാന്തിന്റെ സ്ക്രീൻ പ്രസൻസ് എന്നുള്ളത് ഈ സിനിമ കാണുമ്പോൾ നമുക്ക് തോന്നും. അദ്ദേഹത്തിന്റെ കണ്ണുകളുടെ ക്ലോസ്അപ്പ് മാത്രം മതി തിയേറ്ററിനെ ആകെ എനർജൈസ് ചെയ്യാൻ. ആക്ഷൻ രംഗങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ പ്രായത്തിന്റെ ക്ഷീണമൊന്നും പ്രകടിപ്പിക്കാത്ത രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ലോകേഷിന്റെ ട്രേഡ് മാർക്കായ മ്യൂസിക് ഫീൽഡ് ഫൈറ്റ് സീൻസ് ഒക്കെ വളരെ രസകരമായാണ് ഇതിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ഓവറോൾ ഒരു മികച്ച എന്റർടൈനർ തന്നെയാണ് ഈ സിനിമ. 3 മണിക്കൂറോളം യാതൊരു ലാഗുമില്ലാതെ ഈ സിനിമ നമ്മെ എന്റർടൈൻ ചെയ്യുന്നുണ്ട്. നിങ്ങളൊരു രജനീകാന്ത് ഫാനാണെങ്കിൽ, ലോകേഷ് സിനിമയുടെ ആരാധകനാണെങ്കിൽ, അനിരുദ്ധിന്റെ മ്യൂസിക് കേട്ട് ത്രില്ലടിക്കുന്നയാളാണെങ്കിൽ തീർച്ചയായും ഈ സിനിമ നിങ്ങൾക്കുള്ളതാണ്. മാത്രമല്ല നമ്മൾ മലയാളികൾക്കാണെങ്കിൽ സൗബിന്റെ പെർഫോമൻസ് നമുക്ക് അഭിമാനിക്കാൻ ഏറെയുള്ളതാണ്. സിനിമാ കമ്പം ഇതിന് റേറ്റിംഗ് കൊടുക്കുന്നത് 7.5 ഔട്ട് ഓഫ് 10 ആണ്. വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഈ വീഡിയോ പറ്റിയും സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും സിനിമാ കമ്പത്തിന്റെ നമസ്കാരം.